മലേഷ്യയിലെ ഈ ടിൻ ടവറും ബാട്ടു കേവ്സും നാട്ടിലെ വെറും 300 രൂപയ്ക്ക് കണ്ടുവരാം. അതെ ഗൈസ്, ഇത്രയും അഫോർഡബിളും ടൂറിസ്റ്റുകളെ നല്ല രീതിയിൽ വെൽക്കം ചെയ്യുന്ന ഒരു രാജ്യമാണ് മലേഷ്യ. ഞാൻ മലേഷ്യയിലെ ബുക്കിം ബിങ്താനിലാണ് താമസിച്ചത്. ബുക്കിം ബിങ്താൻ മലേഷ്യയിലെ ടൂറിസ്റ്റ് സ്പോട്ടുകൾ ബന്ധിപ്പിക്കുന്ന ഒരു ഹബ്ബാണെന്ന് തന്നെ പറയാം. നിങ്ങൾ ബുക്കിം ബിങ്താനിൽ താമസിക്കുകയാണെങ്കിൽ ബുക്കിം ബിങ്താൻ നിന്ന് മോണോറെയിൽ എടുത്ത് അഥവാ മെട്രോ എടുത്ത് KL സെന്ററിലേക്ക് പോകും. KL സെന്ററിൽ നിന്ന് മോണോറെയിൽ എടുത്ത് നേരെ ബാട്ടു കേവ്സിലേക്ക് പോകാം. ചെലവ് 150 രൂപ. ബാട്ടു കേവ്സിലെ മുരുകന്റെ ആ പടുകൂറ്റൻ പ്രതിമ അതൊരു വിസ്മയിപ്പിക്കുന്നതാണ്. അതിനേക്കാൾ വിസ്മയിപ്പിക്കുന്നത് തൊട്ടടുത്ത് 272 പടികളാണ്. ഈ 272 പടികൾ കയറി കാണുന്ന ഒരു കാഴ്ചയുണ്ട്. എന്ത് രസാന്നറിയും. ബാട്ടു കേവ്സ് എല്ലാം കണ്ട് തിരിച്ച് അതുപോലെ തന്നെ ബുക്കിം ബിങ്താനിൽ വരിക. റെസ്റ്റ് എടുത്തു കഴിഞ്ഞ് രാത്രിയാവും. രാത്രി ടിൻ ടവർ കാണാൻ എന്ത് ഭംഗിയാന്നറിയും. ബുക്കിം ബിങ്താനിന്ന് നടക്കാവുന്നുള്ള ദൂരമുള്ളൂ. പോകുന്ന വഴി മലേഷ്യയിലെ കോലാലംപൂരിലെ രാത്രി ജീവിതം, രാത്രി വൈബും, രാത്രി കാഴ്ചകൾ എന്ത് അടിപൊളിയാണെന്നറിയും. കോലാലംപൂർ പെട്രോണാസ് ടിൻ ടവർ. ഈ ഒരു ടവർ ഒരു വിസ്മയ കാഴ്ച തന്നെയാണ്. ഒരു ടിൻ ടവർ ഒരു നാടിനെ തന്നെ റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്തതാണ്. ടിൻ ടവർ കാണാൻ രാത്രിയാണ് ഏറ്റവും നല്ലത്. ആ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് കണ്ണിന് കുളിർമ തരുന്ന ഒരു കാഴ്ചയാണ്. ഞാൻ ഒരു കാര്യം പറയാം, മലേഷ്യയിൽ നിങ്ങൾ പാക്കേജ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത്രയും അഫോർഡബിൾ ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു രാജ്യമാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ എല്ലാ സ്ഥലങ്ങളും ആക്സസ് ചെയ്യാൻ പറ്റും.